ആചാര്യവരണത്തിന് ഏകലവ്യൻ ദ്രോണരെ സമീപിക്കുമ്പോൾ അദ്ദേഹം ഒരു നിബന്ധന വച്ചിരുന്നു: എന്നെ ആചാര്യനായി സ്വീകരിക്കരുത്. ആചാര്യനായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു നിർദ്ദേശവുമാണ്, അതേ സമയത്ത് തന്നെ അതൊരു ആജ്ഞയുമാണ്. കാരണം രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്, കൊട്ടാരത്തിലെ രാജഗുരുവാണ്, രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജകുമാരന്മാരുടെ ഗുരുവാണ്. അപ്പോൾ രാജഗുരുവിൻ്റെയും സർവ്വസൈന്യാധിപൻ്റെയും സ്ഥാനമുള്ള ഒരു വ്യക്തി ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് ആജ്ഞയ്ക്ക് തുല്യമാണ്. ആ ആജ്ഞയെ ലംഘിക്കാൻ പാടില്ല. ആജ്ഞയെ ലംഘിക്കുന്നത് ഒരു കുറ്റവുമാണ്. പിന്നെ അതിൽ വളരെ പരോക്ഷമായി സ്ഥിതി ചെയ്യുന്ന ഒരു ആൾമാറാട്ടമുണ്ട്. ദ്രോണരുടെ ശിഷ്യനല്ലാതിരിക്കെ ദ്രോണരുടെ ശിഷ്യനാണെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ച് നടന്നു. അതിനാണ് ഞാൻ നേരത്തെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. ഉന്നതാധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളുടെ ബന്ധുവാണ് നാം എന്ന് ജനങ്ങളുടെ ഇടയിൽ ബന്ധു അല്ലാതിരിക്കെ നാം അവകാശപ്പെടാൻ പാടില്ല. ഒരിക്കൽ നമ്മുടെ ഇതിന് മുൻപത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ കുറിച്ച് അങ്ങനെ ഒരു വിജ്ഞാപനം അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ പറയുന്ന ആൾ ഞാനുമായി ഒരു ബന്ധവുമുള്ള ആളല്ല, യഥാർത്ഥത്തിൽ ബന്ധമുള്ള ആളാണ്. എൻ്റെ പേരിൽ ഇദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊരു കുറ്റമുണ്ട്. അധികാര സ്ഥാനത്തിരിക്കുന്ന, ഉന്നതാധികാര സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ബന്ധത്തിൽപ്പെട്ട ആളാണ് എന്നൊരു സാധാരണ പൗരൻ ബന്ധത്തിൽപ്പെടാതിരിക്കെ അവകാശപ്പെടാൻ പാടില്ല. അതാണ് അതിലെ കുറ്റം. ആ കുറ്റത്തിന് ശിക്ഷയുണ്ട്. അപ്പോൾ ആ കുറ്റത്തിൻ്റെ ശിക്ഷ ഏത് തരത്തിലുള്ള വ്യാജമാണോ പ്രയോഗിച്ചത് ആ വ്യാജ പ്രയോഗത്തിലൂടെ തന്നെ ശിഷ്യനാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ വ്യാജ പ്രയോഗത്തിലൂടെ തന്നെ ശിഷ്യനായിരുന്നാൽ എന്ത് വേണം? ഗുരുദക്ഷിണ വേണം. ശിഷ്യൻ ആയിരിക്കുകയും ഗുരുവായിട്ട് അയാൾ സ്വന്തം നിലയിൽ വരികയും അയാൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തല്ലോ. ഏകലവ്യൻ പറഞ്ഞ് പ്രചരിപ്പിച്ചല്ലോ. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെയുള്ള ഒരു ശിക്ഷ അദ്ദേഹം വിധിച്ചു. അതിന് അനുയോജ്യമായ ശിക്ഷയാണ്. ഗുരുദക്ഷിണയായിട്ട് വരല് തന്നോളൂ. അത് ക്രൂരമായി എന്ന് നമുക്ക് തോന്നാം. നാം അനാവശ്യമായ സ്ഥാനത്ത് നമുക്ക് നഷ്ടമില്ലെങ്കിൽ കാരുണ്യം കാണിക്കുന്നവരാണ്. നഷ്ടമുണ്ടേ കാണിക്കില്ല. നഷ്ടമുള്ള കാരുണ്യ പ്രകടനത്തിന് ആരും അങ്ങനെ മെനക്കെടാറില്ല. അല്ലെങ്കിൽ വാചികമായി അനേകം കാരുണ്യ പ്രകടനം നടത്തുന്നതിൽ പൊതുവേ ആളുകൾ സമർത്ഥന്മാരാണ്. അപ്പോൾ എങ്കിലും വിരൽ മുറിച്ച് വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. ആ തരത്തിലാണ് പെരുമാറിയത്. അപ്പോൾ ഗുരുവായിട്ട് വരിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഗുരുവായിട്ട് വരിച്ചതിനുള്ള ശിക്ഷയാണ് ആ വിരൽ മുറിച്ച് വാങ്ങിയത്. ഇനിയിപ്പോൾ അപ്പോൾ വിരൽ കൊടുത്തത് ഏകലവ്യൻ്റെ വലിയ ഔദാര്യമായി വ്യാഖ്യാനിക്കാറുണ്ട്. ഏകലവ്യനെക്കുറിച്ചൊരു നാടകം എഴുതിയിട്ടുണ്ട് കുട്ടിക്കൃഷ്ണമാരാർ. അത്ര പ്രസിദ്ധമായിട്ടില്ല. ആ നാടകത്തിൽ ഗുരു തെറ്റ് ചെയ്തിട്ടും ഗുരുദക്ഷിണ ചോദിച്ചപ്പോൾ വലിയ ഔദാര്യം കാണിച്ച അനന്യ സാധാരണനായ ഒരു ശിഷ്യനായിരുന്നു ഏകലവ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വിരൽ തരുന്നില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിരലും തരാൻ പോകുന്നില്ല ഗുരുദക്ഷിണ. ഇങ്ങനെയാണോ ഗുരുദക്ഷിണ ചോദിക്കുന്നത് എന്ന് അദ്ദേഹം കലഹിച്ചിരുന്നുവെങ്കിൽ തലയായിരിക്കും എടുക്കുക. അപ്പോൾ വിരൽ കൊടുത്ത് തല രക്ഷിച്ച ഒരു ലാഭക്കച്ചവടമായിരുന്നു ആ ഗുരുദക്ഷിണ ഏകലവ്യനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് വ്യാസവിവക്ഷ. അങ്ങനെയല്ലെന്നും വാദിക്കാം. അതിൽ താല്പര്യമില്ലാത്തവർക്കും ഏകലവ്യൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർക്കും ഇതൊരു ബ്രാഹ്മണ മേധാവി ഒരു സാധാരണ കാനനവാസിയോട് ചെയ്ത ക്രൂരത എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ വ്യാസൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു ഗുരു നിഷേധിച്ച സംഗതി ശിഷ്യൻ, പ്രത്യേകിച്ചും അദ്ദേഹത്തെ ആധാരമാക്കി ശിഷ്യൻ ആ പ്രവൃത്തി, അതായത് ആയുധ അഭ്യസനം എന്ന് പറയുന്ന കർമ്മം
ചെയ്യാൻ പാടില്ലായിരുന്നു.